ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഭാര്യയുമായി പൊങ്കാലിടുന്നു. എടാ, ഇവൻ കാണുന്ന അതിന്റെ മഹനീയതയല്ല. ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രി, ഒരുപാട് ജോലിയുള്ള ഒരാള് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന മനോഹരമായ കാഴ്ചയല്ല കാണുന്നത്. അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ സുരേഷ് ഗോപിയോട് എന്തോ ചോദിക്കുന്നു, സുരേഷ് ഗോപി അയാളെ ആട്ടിപ്പായിക്കുന്നു എന്ന തരത്തിൽ ക്യാപ്ഷൻ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാമോ? സാറിനറിയാമോ? വീഡിയോ കണ്ടായിരുന്നു? ഒരു പിന്നെ ഞാൻ പറഞ്ഞത്, ആ പ്രായമായ മനുഷ്യന്റെ പേര് രാജപ്പൻ ആശാരി എന്നാണ്. രാജപ്പൻ ആശാരി, അതായത് സുരേഷ് ഗോപിയുടെ അച്ഛന്റെ കാലം തൊട്ട് അവരുടെ വീടുകൾ പണിയുമ്പോഴും ഒക്കെ അതിന്റെ കണക്കൊക്കെ നോക്കുന്ന അത്രയും പാരമ്പര്യമായി അത്രയും കുടുംബമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് രാജപ്പൻ ആശാരി. ഈ രാജപ്പൻ ആശാരി തിരുവനന്തപുരത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് വരും. സുരേഷ് ഗോപിയുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അദ്ദേഹം കാണും അവിടെ. അപ്പൊ ഇവർക്കൊക്കെ ദക്ഷിണയൊക്കെ ഇപ്പൊ അറിയാലോ, സുരേഷ് ഗോപി എന്ന് പറയുന്നത് എല്ലാവരും ഫ്യൂഡൽ മാടപ്പിന്നൊക്കെ വിളിക്കും. ശരി, അങ്ങനെ നിങ്ങൾ വിളിക്കും നിങ്ങൾ. അയാൾ പഴയ നായർ തറവാട്ടിന്റെ ഈ കൊല്ലത്തെ നായന്മാർക്ക് ഇച്ചിരി ചെവിപ്പൂടുള്ള നായന്മാരാന്നൊക്കെ പറയും, ചങ്ങനാശ്ശേരി നായന്മാരെ, കൊല്ലം നായന്മാർ, അത്തരത്തിലൊരു നായര. അപ്പോ രാജപ്പൻ ആശാരി അവിടെ നമ്മൾ വരുമ്പോൾ എല്ലാ ചടങ്ങുകൾക്കും ഇത്തരത്തിലുള്ള മേസ്ത്രിമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ വസ്ത്രവും പണവും വെച്ച് ദക്ഷിണ കൊടുത്ത് കാലത്തൊട്ട് തൊടുന്ന ഒരു മനുഷ്യനായ രാജപ്പൻ ആശാരി. ഇദ്ദേഹം സുരേഷ് ഗോപിയോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ രാജപ്പൻ മേസ്ത്രിയായിട്ട് അടുത്ത ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചത്, ആരാണ് തിരക്കിപ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാനത് കണ്ടുപിടിച്ചത്. വന്ന് പറയുന്നത്, നമുക്ക് ആ വിളക്കിന്റെ തിരി ഇങ്ങോട്ട് തിരിച്ചിട്ടാലോ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപി പറയുന്ന മറുപടി എന്താണെന്നറിയോ? അത് സ്ത്രീകളുടെ കാര്യമാണ്, അവര് നോക്കിക്കോളും, നമ്മൾ അതിൽ ഇടപെടണ്ട. അതില്ല അതിനകത്ത്. ഈ കൈയുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. രാജപ്പനാചാര്യയുടെ ഏറ്റവും അടുത്ത ഒരാള് രാജപ്പനാചാര്യയോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തിന് ഒരു വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ട്, സുരേഷ് ഏട്ടൻ തന്നെ വഴക്ക് പറയും അങ്ങനെ കൊടുത്താൽ എന്ന് പറഞ്ഞു. കാര്യം ആ മനുഷ്യൻ അത്രയും ബന്ധമുള്ള ഈ രാജപ്പനാശാരി പൊങ്കാലയും കഴിച്ചു, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ചു, വൈകുന്നേരമാണ് അവിടെ നിന്ന് മടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത്. ഇങ്ങനെ കൈ കാണിച്ചത് അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചാണ്. നോക്കുമ്പോ എന്തോ രാജപ്പനാശാരി ഇച്ചിരി കറുത്തിട്ടിരിക്കുന്നു, ഇതിനകത്ത് കൊള്ളാം, ഇവിടെ ഇത് കട്ട് ചെയ്യാം, അഥവാ പിന്നെ തൊലി കറുത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ ആട്ടി ഓടിക്കുന്ന സുരേഷ് ഗോപി. കാരണം ഈ സുരേഷ് ഗോപിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കാണാൻ കുറെ പേരുണ്ട്. അപ്പോ ഒരു മനുഷ്യന് ഒരു വലിയൊരു പുണ്യപ്രവൃത്തി നടക്കുമ്പോൾ, ആചാരപരമായ ഒരു കർമ്മം നടക്കുമ്പോൾ ഇവർക്ക് ഇതൊന്നും കാണാൻ. പക്ഷേ ഇത് സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലോസ് റിലേറ്റീവ് എൻ്റെ 10ാം ക്ലാസ്സിലെ ട്യൂഷൻ അധ്യാപകനായിരുന്നു കേട്ടോ, ക്ലോസ് റിലേറ്റീവ്. അപ്പോൾ ഈ സുരേഷ് ഗോപി സാറിന്റെ ശരിക്ക് നടൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം 2 കുട്ടികളായിട്ട് ഒരു 10-25 വർഷം മുമ്പ്, 25-30 പോസിറ്റീവായ കുട്ടികൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പേടിച്ച് ആ പഞ്ചായത്തിൽ പോലും ആൾക്കാർ കയറാൻ സമയം രാഷ്ട്രീയ സ്വപ്നങ്ങൾ 2 കയ്യിലും പിടിച്ച് കുട്ടികൾ 2 കവിളത്ത് ഉമ്മ വയ്ക്കുന്ന ഒരു ഇതുണ്ട്. ആ കുട്ടികൾ അതുവരെ ആ ഒരു ദൃശ്യങ്ങൾ പത്രമാധ്യമങ്ങൾ എന്റെയൊക്കെ കുഞ്ഞോളി വന്ന സാധനം അങ്ങനെ പറയാം വരുന്നത് വരെ HIV പോസിറ്റീവായുള്ളവരെ സമൂഹത്തിൽ നിന്ന് അടിച്ചോടിക്കാൻ തൊടാൻ പോലും പാടില്ല. ഇപ്പോഴും ആ ചിന്താഗതിയോടെ നടക്കുന്ന ആളുകളെ എനിക്കറിയാം. അങ്ങനെയുള്ളൊരു കാലത്താണ് സുരേഷ് ഗോപി പോലൊരു സിനിമാ നടൻ, അന്ന് രാഷ്ട്രീയക്കാരനല്ല, ആ പ്രവൃത്തി ചെയ്തത്. അതിനേക്കാൾ ഒരു എത്രയോ പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുണ്ടാകാം, ഞാൻ ഫോളോ ചെയ്ത് വരുന്ന രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയമല്ല, പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന നന്മയുള്ള മനുഷ്യ സ്നേഹിയാണ്. ഇദ്ദേഹത്തെ ഇത്തരത്തിലാക്കി എടുത്തത് എന്തെങ്കിലും നെഗറ്റീവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരാണ്. ഞാൻ ആ ഓൺലൈൻ ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരാണ്. അദ്ദേഹത്തെ വിറ്റ് പൈസയാക്കാൻ നടക്കുന്നവരാണ് അദ്ദേഹത്തെ മോശപ്പെടുത്തിയിരിക്കുന്നത്.